ഹലോ എവരി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞങ്ങൾ പക്ഷി സങ്കേതം, ഇത് തട്ടേക്കാട് പക്ഷി സങ്കേതത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ആക്ച്വലി നല്ല കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള പ്ലേസിൽ പോകാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഇതൊരു നല്ലൊരു ഓപ്ഷനാണ്. ആക്ച്വലി എനിക്കിഷ്ടപ്പെട്ടു. എനിക്ക് ഇങ്ങനത്തെ പ്ലേസസാണ് ഇഷ്ടം. കൂടുതൽ ക്രൗഡഡ് ആയിട്ടുള്ളത് ഒന്നും എൻ്റെ ഓപ്ഷൻ അല്ല. എന്തായാലും ഇവിടെ കയറണമെന്നുണ്ടെങ്കിൽ ടിക്കറ്റ് എടുക്കണം. ഞങ്ങളുടെ ടിക്കറ്റ് എടുത്ത് ആദ്യം ഈ പക്ഷി നിരീക്ഷണ കേന്ദ്രത്തിൽ ഒരു നല്ലൊരു നിരീക്ഷകൻ അവിടെയുണ്ട്. എന്തായാലും ഒരു കുരങ്ങനെങ്കിലും കാണാൻ പറ്റി. അപ്പോൾ ഞങ്ങൾ ടിക്കറ്റ് എടുത്തു. ഫോറസ്റ്റിനുള്ളിലേക്ക് കയറാൻ പോവുകയാണ്. ഇപ്പോൾ ഇവിടെ ബേർഡ്സ് ഒന്നും കൂട്ടിൽ ഇട്ടിരിക്കുന്ന ബേർഡ്സ് അല്ല, എല്ലാം പറന്ന് നടക്കുന്നതായതുകൊണ്ട് ഈ കാലാവസ്ഥയിൽ കാണാൻ സാധ്യത വളരെ കുറവാണെന്നാണ് സെക്യൂരിറ്റി ഗാർഡ് പറഞ്ഞത്. എന്തായാലും കുറച്ച് ദൂരം നമുക്ക് പോയി നോക്കാം. മഴ പെയ്താൽ ഞങ്ങൾ തിരിച്ചു പോകും. മിനിമം ഒരു 2 കിലോമീറ്ററെങ്കിലും ഉള്ളിലേക്ക് പോയാലാണ് ഈ ബേർഡ്സിനെയൊക്കെ നിരീക്ഷിക്കാൻ പറ്റുകയുള്ളൂ. ഇപ്പം മഴ പെയ്യാൻ സാധ്യതയുള്ളത് കൊണ്ട് ഞങ്ങൾ ഒരുപാട് നടക്കാൻ പോകുന്നില്ല. ആക്ച്വലി ഞങ്ങളെല്ലാം ചുറ്റി കണ്ടു. ഇറ്റ്സ് എ വെരി ബ്യൂട്ടിഫുൾ പ്ലേസ്. എന്തായാലും നല്ലൊരു കാടിൻ്റെ പ്രതീതിയും ഒരു ക്വയറ്റ് ആൻഡ് കാം അറ്റ്മോസ്ഫിയർ ഉള്ളത് കൊണ്ട് ഐ ലവ് ദിസ് പ്ലേസ്. നല്ല മഴ പെയ്യുന്നു. അതുകൊണ്ട് ഞങ്ങൾ അടുത്ത സ്പോട്ടിലേക്ക് പോവുകയാണ്. എല്ലാം ഈ ഒരു ഫോറസ്റ്റ് ഏരിയയ്ക്കുള്ളിൽ തന്നെയാണ്. ഇതാണ് ബട്ടർഫ്ലൈ പാർക്ക്, നക്ഷത്രവനം. എന്തായാലും നമ്മൾ കാട് കുറച്ച് കണ്ടു. ഇനി നമുക്ക് പാർക്കിൽ പോയിട്ട് വരാം. പുറത്തുനിന്ന് കാണാൻ നല്ലൊരു ഫീലുണ്ട്. ഇതുവരെ ഞാൻ ഇങ്ങനെയുള്ള പ്ലേസിലൊന്നും പോയിട്ടില്ല. എനിക്ക് നല്ല കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള പ്ലേസസ് വളരെ ഇഷ്ടമാണ്. ഇതാണ് ഇതിൽ ഉള്ള കുറേ വെറൈറ്റീസ് ഓഫ് സ്പീഷീസ്, ദ ബട്ടർഫ്ലൈസ്. ഇതിൽ കുറേ റിസർച്ച് ചെയ്താൽ ഇതിൽ കുറേ ബട്ടർഫ്ലൈസിനെ നമുക്ക് കാണാവുന്നതേ ഉള്ളൂ. ഒരെണ്ണത്തെ ഞങ്ങൾ കണ്ടത് ഇത് എൻ്റെ വീഡിയോ എടുക്കൽ കാരണം അത് പറന്ന് പോകാൻ സാധ്യതയുണ്ട്. കുറേ ഉണ്ട്. കൂടുതൽ നോക്കിയാൽ കാണാം. ഇത് കൃഷ്ണശലഭം. ഞങ്ങളിപ്പോൾ കണ്ടത് ഇതാന്ന് തോന്നുന്നു കേട്ടോ. ഇനി നമുക്ക് പാമ്പിൻ കൂട്ടി പോവാം. ഇതാണ് കിങ് കോബ്ര. എനിക്കിതിനെയൊക്കെ പേടിയാണ്, അതുകൊണ്ട് കൂടുതൽ ഫോക്കസ് ചെയ്യില്ല. കണ്ട മേളിൽ കണ്ട് ചുരുങ്ങി കിടക്കുന്ന ഇത് പെരുമ്പാമ്പ്, പൈത്തൺ. അതിനെ ഞാൻ കുറേ സൂക്ഷിച്ച് നോക്കിയിട്ട് ഞാൻ കണ്ടില്ല. മേളിലാണ് നോക്കിയത്, പക്ഷെ അത് താഴെ കിടപ്പുണ്ട്. കണ്ടോ? യെസ്, അതാണ് പൈത്തൺ, പെരുമ്പാമ്പ്. എന്തായാലും ഇത് മതി. അടുത്ത ഏരിയ എന്ന് പറയുന്നത് നമ്മുടെ ജന്മനക്ഷത്ര വൃക്ഷങ്ങളുള്ള ഒരു സ്ഥലമാണ്. അതെല്ലാം അടുത്തടുത്താണ്. ഈ ഇപ്പം നമ്മൾ കണ്ട പ്ലേസസ് എല്ലാം ഒരേ വലിയൊരു ഫോറസ്റ്റിൽ ഉള്ള ചെറിയ സെക്ഷൻസ് ആണ്. ഇതിൽ ഞാൻ തിരഞ്ഞു നടന്നത് ഞങ്ങളുടെ 2 പേരുടെയും നാളും അതിലെ വൃക്ഷങ്ങളും. പക്ഷെ നന്നായിട്ട് തെന്നിക്കിടക്കുകയാണ്. ഞാനൊന്ന് തെന്നി വീഴേണ്ടതായിരുന്നു. ഒന്ന് സ്ലിപ്പായിപ്പോയി. ഇങ്ങനെ അപ്പോൾ അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് ഇപ്പോൾ ഞങ്ങൾ പോകുന്നത് വേറൊരു സ്ഥലത്താണ്. ഭൂതത്താൻ കെട്ട്. കേട്ടിട്ടേ ഉള്ളൂ, നമുക്ക് പോയി നോക്കാം. ഈ ഭൂതത്താൻ കെട്ട് ശരിക്കും പേടിപ്പിക്കുന്ന വല്ലതുമാണോ എന്ന് അറിയണമല്ലോ. ആക്ച്വലി ഞങ്ങൾ ചുറ്റി നടന്ന് കണ്ടു, പക്ഷേ അപ്പോൾ എനിക്ക് വീഡിയോ എടുക്കാനൊന്നും തോന്നിയില്ല. അതുകൊണ്ട് തന്നെ കുറച്ച് പോർഷൻസ് മാത്രമേ ഉള്ളൂ വീഡിയോയിൽ. മോസ്റ്റ്ലി ഞങ്ങൾ ഫോക്കസ് ചെയ്ത് ഫോട്ടോസാണ്. എന്തായാലും എൻ്റെ കയ്യിലുള്ള ക്ലിപ്സൊക്കെ വെച്ചാണ് ഞാൻ നിങ്ങളെ കാണിച്ചത്. പക്ഷെ ഞങ്ങൾ നന്നായിട്ട് ടൈം സ്പെൻഡ് ചെയ്തു. ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ പ്ലേസ് ടു വിസിറ്റ്.
അങ്ങനെ ഞങ്ങൾ ഭൂതത്താൻ കെട്ട് ഡാമിലെത്തിയിരിക്കുകയാണ്. ഇതാണ് അതിലേക്കുള്ള ഒരു വലിയൊരു ബ്രിഡ്ജാണ്. ഇറ്റ്സ് ഇറ്റ്സ് അമേസിങ് ആക്ച്വലി. പക്ഷേ അതിലേക്ക് എൻട്രി ഇല്ല, നല്ല മഴയുണ്ട്. അതുകൊണ്ട് ഞങ്ങൾക്ക് അകത്തേക്ക് പോകാൻ പറ്റില്ല. ജസ്റ്റ് ഫോട്ടോസും അലൗഡ് അല്ല. ഞങ്ങൾ അതിൻ്റെ പുറത്ത് നിന്ന് തന്നെ കാഴ്ചകൾ കണ്ടു, ഫോട്ടോസ് എടുത്തു. ആക്ച്വലി നല്ലൊരു അടിപൊളി വ്യൂ ആണ് ഞങ്ങൾ ഇറങ്ങി കണ്ടപ്പോൾ. ഇറ്റ്സ് ബ്യൂട്ടിഫുൾ. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ ആൻഡ് I'll see you in my next vlog and thank you. Bye bye.